നമസ്കാരം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പിലാറ്റീസിലെ 2 എക്സർസൈസുകളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ എൻ്റെ വീഡിയോയുടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊന്ന് ചെക്ക് ചെയ്യാവേ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന 2 എക്സർസൈസുകൾ, അതിൽ നിന്നുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസ് കപ്പാസിറ്റി നല്ലപോലെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കാലിലെ മസിൽസ് അതിൻ്റെ ബലം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് ആർക്കൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ തലകറക്കമുള്ളവർ, അതോടൊപ്പം തന്നെ ഈ ബാലൻസിങ് പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർ ഒന്ന് സൂക്ഷിച്ച് ചെയ്യുക. ഓക്കെ, അതല്ല അവരെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്തേക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഭിത്തിയോടൊന്ന് ചേർന്ന് നിന്നിട്ട് പതിയെ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ശരീരത്തിൻ്റെ നില അറിഞ്ഞ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് പതിയെ ഒന്ന് ചെയ്ത് നോക്കാം. കാൽപ്പത്തികൾ ഇതുപോലെ ഒന്ന് ചേർത്ത് വയ്ക്കുന്നു. കൈകൾ നെഞ്ചിന് മധ്യത്തിലായിട്ട് വയ്ക്കുന്നു. ശ്വാസം എടുത്ത് വലത് കാൽ ഇതുപോലെ ഉയർത്തുന്നു. കാലിൻ്റെ പത്തി ഫ്ലെക്സ് പിടിക്കുക. ശ്വാസം വിട്ട് കാലിൻ്റെ പത്തി കുറിപ്പിച്ച് നേരെ പുറകിലേക്ക് ഇതുപോലെ കാൽ നിവർത്തുക. ശ്വാസം എടുത്ത് നേരെ വരുന്നു. കാലിൻ്റെ പത്തി ഫ്ലെക്സ് ചെയ്യുക. ശ്വാസം വിട്ട് മുന്നിലേക്ക്. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് പുറകിലേക്ക്. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് മുന്നിലേക്ക്. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് റിലാക്സ് ചെയ്യുക. ഞാൻ ഈ വീഡിയോയിൽ 2 തവണ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ദിവസം 2 തവണയാണ് ചെയ്യുന്നത്, രണ്ടാമത്തെ ദിവസം 3 തവണയൊക്കെ 4 തവണയൊക്കെ അങ്ങനെ ഗ്രാജുവലി ഉയർത്താനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഞാൻ ഈ വീഡിയോയിൽ ഒരു സൈഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ. നിങ്ങൾ മസ്റ്റായിട്ട് രണ്ടാമത്തെ സൈഡും ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ രണ്ടാമത്തെ എക്സർസൈസിലോട്ട് പോവുകയാണ്. നമ്മൾ ഇതുപോലെ ഇങ്ങനെ നിൽക്കുന്നു. കാൽപ്പത്തി ചേർത്ത് വെച്ച് കൈകൾ ഇരുവശങ്ങളിലും വയ്ക്കുന്നു. വലത് കൈ ശ്വാസം എടുത്ത് ഉയർത്തുന്നു. അതോടൊപ്പം തന്നെ ഇടത് കാൽ ഇതുപോലെ ഉയർത്തുന്നു. ഇടത് കാലിൻ്റെ കാൽപ്പത്തി ഇതുപോലെ നമ്മൾ ഫ്ലെക്സ് പിടിക്കുകയാണ്. അപ്പോൾ ശ്വാസം വിട്ടുകൊണ്ട് ഇതുപോലെ കാൽ നേരെ പുറകിലേക്ക് പോയാണ്. പുറകിലേക്ക് പോകുമ്പോഴത്തേക്കും കാലിൻ്റെ പത്തി ഫ്ലെക്സ് ചെയ്ത് പിടിക്കണം കേട്ടോ. കൈ വശത്ത് ഇങ്ങനെ നമ്മുടെ വലതുവശത്ത് തന്നെ കൈ ഉണ്ടായിരിക്കണം. വീണ്ടും ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് ഇതുപോലെ മുന്നിലേക്ക്. ഞാൻ ഇപ്പുറത്തെ സൈഡൊന്ന് കാണിച്ചു തരാം. ഈ കൈയുടെ ആ ഒരു വശം ഒന്ന് കാണിച്ചു തരാം. അതായത് നമ്മൾ കൈ ഇതുപോലെ ഉയർത്തുന്നു. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് കൈ ഇതുപോലെയാണ് പുറകിരിക്കുന്നത്. അതായത് വലത് കൈ ഇതുപോലെയാണ് ഇരിക്കുന്നത്. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എത്ര തവണ ചെയ്യാൻ പറ്റുമോ അത്രയും തവണ ഒന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ എക്സർസൈസിൽ കാല് പുറയിലേക്ക് പോകുമ്പോൾ കാലിൻ്റെ വിരലുകൾ താഴേക്ക് ഫേസ് ചെയ്തിരിക്കണം. ഒന്നാമത്തെ എക്സർസൈസിൽ കാല് പുറയിലേക്ക് പോകുമ്പോൾ കാലിൻ്റെ പത്തി കൂർപ്പിച്ച് പിടിക്കണേ. അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. താങ്ക് യു.